വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിന് രൂപീകരിച്ച നിയമസഹായ സമിതി യോഗം ചേർന്നു. വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. റഹീമിന്റെ മോചനത്തിന് ആവശ്യമായ 33 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി. 18 വർഷമായി കണ്ണീർ പറ്റിയ കണ്ണുകളുമായി നൊന്തുപെറ്റ മകന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശിനി ഫാത്തിമ. കണ്ണടക്കുന്നതിനു മുമ്പായി മകൻ അബ്ദുറഹീമിനെ ഒരു നോക്ക് കാണണമെന്ന ഈ വയോധികയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കുന്നതിനു വേണ്ടിയാണ് റിയാദിലെ പ്രവാസി സമൂഹം കഴിഞ്ഞ ദിവസം ഒറ്റക്കെട്ടായി വീണ്ടും ഒത്തുചേർന്നത്. എന്നാൽ അതിനായി ഭാരിച്ച പണം വേണ്ടതുണ്ട്. ഒന്നും രണ്ടുമല്ല, 33 കോടിയോളം ഇന്ത്യൻ രൂപ. ഇതിനായി കോഴിക്കോട് കേന്ദ്രമായി രൂപീകരിച്ച നിയമസഹായ സമിതിയുടെ ധനസമാഹരണ പ്രവർത്തനങ്ങൾ വഴി ഇതുവരെ 3 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ലക്ഷ്യത്തിലെത്താൻ ഇനിയും 30 കോടിയോളം രൂപ സമാഹരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ഏപ്രിൽ 20 മുമ്പായി ഈ പണം റിയാദിലെത്തിച്ച് ദിയാധനമായി കൈമാറുവാനുള്ള നീണ്ട നടപടിക്രമങ്ങളും മുന്നിലുണ്ട്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ രക്ഷാദൗത്യമാണ് റിയാദിലെ പ്രവാസി സമൂഹം സധൈര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഫണ്ടിൻ്റെ പുരോഗതി വിലയിരുത്താനാണ് ഞങ്ങൾ വളരെ സജീവമായി ഇന്നു മുതൽ വീണ്ടും ഞങ്ങൾ ഓരോ ഏരിയ ബേസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. കേൾക്കുന്ന റിയാദിലെ പൊതുസമൂഹം ഈ ഒരു രംഗത്തെ ഞങ്ങളെയൊക്കെ സഹായിക്കുവാനും മുന്നോട്ട് വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. റിയാദിലെ എല്ലാ സംഘടനകളും വളരെ അധികം സന്തോഷത്തോടെ ഈ ഒരു പരിപാടിയുമായി കൊണ്ട് വളരെയധികം സഹകരിച്ച് ഇച്ഛിക്കുന്ന ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒന്നടക്കം ഈ സഹോദരൻ്റെ മോചനത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ ഞങ്ങൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എല്ലാ മലയാളികളും ഇതിൻ്റെ ഭാഗവാക്കാകണം. തൻ്റെ 26-ാം വയസ്സിൽ റിയാദിലെ ഒരു സ്വദേശി വീട്ടിൽ ഡ്രൈവർ ജോലിക്ക് എത്തിയതായിരുന്നു അബ്ദുൾ റഹീം. കൃത്യം 28-ാം ദിവസം, അതായത് 2006 ഡിസംബർ 24-ന് സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ ഫായിസിനെ കാറിൽ കൊണ്ടുപോകവെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഫായിസിന് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു. ഓടുന്ന വാഹനത്തിൽ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച കുട്ടിയെ ചെറുക്കുന്നതിനിടയിൽ അബദ്ധവശാൽ അബ്ദുൾ റഹീമിൻ്റെ കൈ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടുകയും ഇതേ തുടർന്ന് ബോധരഹിതനായ കുട്ടി മരണമടയുകയുമായിരുന്നു. കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റിയാദിലെ കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതികളും ശരിവെച്ചതോടെ ഫായിസിൻ്റെ കുടുംബവുമായി ഉന്നത തലത്തിൽ നിരവധി തവണ ബന്ധപ്പെട്ടു. എന്നാൽ മാപ്പ് നൽകാൻ അവർ വിസമ്മതിക്കുകയായിരുന്നു. ഒടുവിൽ 1.5 കോടി റിയാൽ ദയാധനം നൽകണമെന്ന വ്യവസ്ഥയിൽ ഫായിസിൻ്റെ കുടുംബം കഴിഞ്ഞ മാസം സമ്മതം അറിയിക്കുകയായിരുന്നു. കനിവുള്ളവരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമായ ഈ ഘട്ടത്തിൽ ഇതിനായി കാത്തിരിക്കുകയാണ് നിയമസഹായ സമിതി പ്രവർത്തകർ. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്.